നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. കൽപ്പനെ. പുറകിൽ കത്തി ജ്വലിക്കുന്ന കണ്ണുമായി നിൽക്കുന്ന ശശിധരനും അയാൾക്ക് പുറകിൽ ദത്തനും. അവരുടെയൊക്കെ പുറകിലായി ഒരു വിജയച്ചിരിയോടെ നിൽക്കുകയാണ് ലാവണ്യ. അടിക്കാനായി ഓങ്ങിയ കൽപ്പനയുടെ കൈ താഴ്ന്നു. നിങ്ങൾ ഇത് കണ്ടോ? എന്നെ കൂത്തിച്ച് ബോൾ അടിച്ചു നോക്ക്. എന്റെ ചുണ്ടുപൊട്ടി ചോര വരുന്നത്. അറ്റം പൊട്ടി ചോര വന്ന ചുണ്ടിനെ നീട്ടി കാണിച്ചുകൊണ്ട് കൽപ്പന കരയാൻ തുടങ്ങി. ശശിധരൻ വിറക്കുന്നുണ്ടായിരുന്നു. നീലാംബരിക്ക് അറിയില്ല എവിടെ നിന്നാണ് ഈ ധൈര്യം തനിക്കിപ്പോൾ ഉണ്ടായതെന്ന്. ഒരു നിമിഷം മറ്റൊന്നും ചിന്തിച്ചില്ല. അച്ഛനെ പറയുമ്പോൾ രോഷം കൊള്ളാൻ മാത്രം അത്രമേൽ വളർന്നോ തന്റെ മനസ്സിൽ അച്ഛൻ എന്ന വികാരം. അറിയില്ല, ഒരു നിമിഷം അച്ഛൻ്റെ മകളായി മാറിപ്പോയി. പക്ഷേ മുഖം കുനിച്ച് മാത്രം നിൽക്കുന്ന ഭദ്ര എന്ന അമ്മ ഇത്രയും നാൾ വളർത്തിയ മകളാവാൻ നീലക്കധിക സമയം വേണ്ടി വന്നില്ല. അവളുടെ ശരീരം ഭയത്താൽ വിറച്ചു. ചൂരൽ കൊണ്ടുള്ള അടിയുടെ പൊള്ളുന്ന ചൂട് അവൾക്ക് ഓർമ്മ വന്നു. ചോര മണക്കുന്ന ശരീരവും ചതഞ്ഞു നീലിച്ച പാടുകളും ഓർമ്മയിലൂടെ കടന്നുപോയി. തന്നെ നേർക്ക് ഓടിയെടുക്കുന്ന ശശിധരനെ കാണെ അറിയാതെ തന്നെ തന്റെ വിറക്കുന്ന കൈകൾ അവൾ ഉയർത്തിപ്പോയി, ഒന്ന് തടയാനെന്ന കണക്കെ. അപ്പോഴേക്കും നനവുമാറാത്ത നീലാംബരിയുടെ മുടിക്കുത്തിന് ശശിധരൻ ചുറ്റിപ്പിടിച്ചിരുന്നു. നീ കൈ ഉയർത്താനോടി, ആദ്യം എന്റെ മുമ്പിൽ വെച്ച് എന്റെ ഭാര്യയുടെ നേർക്ക്. നിലയുടെ ഇരു കവിളിൽ അയാൾ മാറി മാറി അടിച്ചു. വേദന കൊണ്ട് അവൾ നിലവിളിച്ചു പോയി. കണ്ണുനീരിനു പകരം ചുടുചോര കണ്ണിലൂടെ ഒഴുകുന്നതായി തോന്നി അവൾക്ക്. കണ്ണിലെ കാഴ്ച മങ്ങുന്ന പോലെ, ചെവിയിൽ നിന്നെന്തോ ഒലിച്ചിറങ്ങും പോലെ. ആദ്യത്തെ അടിയിൽ തന്നെ അവളുടെ ചുണ്ടുപൊട്ടി ചോര തെറിച്ചു. ഒരിക്കൽ കൂടി ആ കൈ ഉയർന്നു, പക്ഷേ അത് താഴ്ന്നു വന്നില്ല. ശശിധരൻ വിറച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. തൊട്ടുപിറകിലെ അയാളുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ഭദ്ര കണ്ണുകൾ നിറച്ചു നിൽക്കുന്നു. അവളിനി തല്ലരുതേട്ടാ. ഭദ്രയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു അപേക്ഷയുടെ ധ്വനിയും കൂടി കലർന്നിരുന്നു. മകളുടെ നിലവിളി വരുമ്പോൾ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് ഓടി മുറിയിൽ കയറി ചെവിയും പൊത്തിയിരിക്കുന്നവൾ ഇന്ന് തന്റെ കയ്യിൽ കയറി പിടിച്ചിരിക്കുന്നു. മുഖം കുനിച്ചു മാത്രം തന്റെ മുമ്പിൽ നിന്നിരുന്ന അച്ഛൻ കുറച്ചു നാളായി പണത്തിന് കണക്ക് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ശ്വാസം പോലും പുറത്തേൽക്കാത്ത വിധത്തിൽ അകത്തളങ്ങളിൽ ഒളിച്ചിരുന്നവൾ എന്റെ ഭാര്യയുടെ നേർക്ക് കൈ ഉയർത്തിയിരിക്കുന്നു. എന്നിന്റെ ധൈര്യത്തിൽ മാറി മറിയുന്ന കാലം ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടാവുമോ? ഇവറ്റകളുടെ മുന്നിലിട്ട് വലിയ നമ്പൂതിരി തന്നെ കയ്യേറ്റം ചെയ്തിട്ടാവും ശശിധരൻ വെറും ഭീരുവാണെന്ന് അമ്മയും മകളും കരുതിയത്. അനുവദിച്ചു കൊടുത്താൽ സ്വത്തുക്കളടക്കം എല്ലാം നഷ്ടമാവും തനിക്ക്. നിലയുടെ മുടിക്കുത്തിലെ പിടിവിട്ട് ശശിധരൻ ഭദ്രയുടെ നേർക്ക് നീണ്ടു ആ കഴുകൻ കണ്ണുകൾ. തന്റെ കൈത്തണ്ടയിൽ പിടിച്ചിരിക്കുന്ന ഭദ്രയുടെ കൈകൾ അയാൾ പിടിച്ചു. എന്റെ നേർക്ക് കൈ ഉയർത്താനായോടി നീയും അമ്മയും മകളും കാച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഭദ്രയെ നോക്കി അയാൾ അലറി. ഒപ്പം നീലാംബരി ഒന്ന് തറപ്പിച്ച് നോക്കി. ചത്തുമാരച്ച നിന്റെ തന്തയെ പറഞ്ഞപ്പോ നിനക്ക് നൊന്തോടി. അതിനർത്ഥം നീ പഴയ ചരിത്രം അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന്. ഈ ശശിധരന്റെ അടിയുടെ ചൂട് നീ മറന്നുപോയല്ലേ. തുളസി അടക്ക എല്ലാവരും അലറി. ശശിധരൻ അലറി. ആ അലർച്ചയിൽ തുളസി വരെ ഭയന്ന് വിറക്കുന്നത് നില ഒരു പകപ്പോടെ നോക്കി. ഓർമ്മപ്പെടുത്താൻ ഞാൻ നിനക്ക് കൊള്ളണമെങ്കിൽ നിന്റെ അമ്മയ്ക്ക് വേദനിക്കണം. ആ നോവ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ. അതും പറഞ്ഞ് അയാൾ ഭദ്രയുടെ മുടിക്കുത്തിൽ പിടിച്ച് തലച്ചുമരിൽ ആഞ്ഞിടിച്ചു പലതവണ. അമ്മ, അയ്യോ, ഒന്നും ചെയ്യല്ലേ മാമേ, ഒന്നും ചെയ്യല്ലേ അമ്മ, എന്റെ അമ്മയൊന്നും ചെയ്യല്ലേ. നില അലറിക്കരഞ്ഞു. ആരോടെ നിലവിളി കേട്ടില്ല. ശശിധരൻ തടയാൻ ചെന്ന ഭാർഗവൻ നായർ ദൂരേക്ക് തെറിച്ചു വീഴുന്ന കാഴ്ചയാണ് നില കണ്ടത്. തുളസി ആ വൃദ്ധന്റെ അടുത്തേക്ക് ഓടി. അയാളുടെ നെറ്റിപൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അയാൾ അവിടെ തളർന്നിരുന്നു പോയി. ഭദ്രയുടെ നെറ്റിയും ചുണ്ടും ചുമരിടിച്ച് മുറിഞ്ഞു. ചുമരിൽ ചോരപ്പാടുകൾ ചിത്രം വരച്ചു. പക്ഷെ ഭദ്ര കരഞ്ഞില്ല, അടി തടഞ്ഞവുമില്ല. ആ മനസ്സിൽ തന്റെ മകൾക്കിനി തള്ളിയിട്ടാൻ പാടില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ നിലവിളി ശബ്ദം തന്റെ മകൾ താങ്ങില്ല. നിലാല മുറിയിട്ട് കരഞ്ഞുകൊണ്ട് ശശിധരന്റെ കാൽക്കിലേക്ക് വീണു. അയ്യോ മാമേ, അമ്മ വീട്ട് മാപ്പ്, ഇനി ഞാൻ ചെയ്യില്ല മാമേ, ഞാൻ ഒന്നും ചെയ്യില്ല. മമ്മയെ വിടു മാമേ, എന്നെ തല്ലിക്കൊന്നു. അമ്മയെ വിടു മാമേ, അമ്മായി ഒന്ന് പറ അമ്മായി. നീലാംബരി നിലത്തുനിന്ന് എഴുന്നേറ്റ് കൽപ്പനയുടെ അടുത്തേക്ക് ഓടി. വിജയച്ചിരിയോടെ നിൽക്കുന്ന കൽപ്പനയുടെ കാൽക്കൽ വീണവൾ ആ ചെറിയ പെൺകുട്ടിയെ കാലുയർത്തി തൊഴിച്ചു ആ സ്ത്രീ. അപ്പച്ചി, മായ അറിയാതെ വിളിച്ചുപോയി. മിണ്ടരുത്, പോടിയാത്ത്, അവള് തടസ്സം വിളിക്കാൻ വന്നേക്കുന്നു. മായ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി. ലാവണിക്ക് നിറഞ്ഞ സന്തോഷമായിരുന്നു. അവളെല്ലാം കണ്ട് ആസ്വദിച്ചു. അവസാനത്തെ ഇടിയും കഴിഞ്ഞ് ശശിധരൻ ഭദ്രയെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. കാത്തിരുന്ന പോലെ ദത്തൻ ഭദ്രയെ ചുറ്റിപ്പിടിച്ചു. ഒരവസരം താളിയ എന്ന പോലെ അയാൾ ശശിധരനെ നോക്കി. നിലത്തുനിന്നും ചാടിപ്പിടഞ്ഞെഴുന്നേറ്റുന്നില്ല. ദത്തന്റെ കയ്യിൽ കിടന്ന് കുതിർന്ന് തന്റെ അമ്മയെ ഓടിപ്പോയി തട്ടിപ്പറിച്ചവൾ. അയാൾക്ക് നേരെ തീ പാറുന്ന നോട്ടം വായിച്ചവൾ ദത്തനൊരു കള്ളച്ചിരിയോടെ ചുണ്ടുകടിച്ചു. എന്റെ അമ്മയെ തൊട്ടുപോരുത്, അവൾ അലറി. അങ്ങനെയെങ്കിലും അമ്മയ്ക്ക് പകരം തനിക്ക് തല്ലിയിട്ടെ എന്ന് അവൾ കരുതി.
വീണ്ടും അവർക്ക് നേരെ കുതിച്ച ശശിധരനെ നോക്കി അവൾ തൊഴുതുകൊണ്ട് ഭദ്രയുടെ മുന്നിൽ കയറി അവൾ പറഞ്ഞു, ഒന്നും ചെയ്യല്ലേ മാമേ, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, ഒന്നും വേണ്ട ഞങ്ങൾക്ക്. എനിക്ക് എൻ്റെ അമ്മയെ മാത്രം മതി മാമേ, തറവാട സ്വത്തുക്കളും ഒന്നും വേണ്ട, എല്ലാം മാമയ്ക്ക് തരാം. പകരം ഞാനും എൻ്റെ അമ്മ എവിടേക്കെങ്കിലും പോയിക്കോളാം. കേട്ടില്ല ശശിയേട്ടാ, അവിടെ ഒരു അഹമ്മതി, അതിനകത്ത് നമ്മൾ സ്വത്ത് മോഹിക്കുന്നല്ലേ ഈ അവൾ പറഞ്ഞ്. നിന്നെയൊക്കെ ഇവിടെ തുറന്നു വിട്ടിട്ട് വേണം നീയൊക്കെ നാട്ടുകാരെ കൂട്ടി വരാൻ. നോക്കണേ അവളുടെ മനസ്സിലിരിപ്പ്. വീടിന് ശശിയേട്ട രണ്ടിനെ തല്ലി കൊല്ലിയാ വേണ്ട. കൽപ്പന എരുതിയിൽ എണ്ണൊഴിക്കുകയാണ്. ശശിധരൻ നിന്ന് വിറച്ചു. നീലാംബയുടെ കൈകളിൽ നിന്നും ഭദ്രയാൾ വലിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. എല്ലാവരും പുറകെ പോയി. നിലയാളുടെ കാലിൽ തൂങ്ങി നിലത്ത് കിടന്നിഴഞ്ഞു. അവളെയും വലിച്ചഴിച്ച് ശശിധരൻ സ്വന്തം മുറിയുടെ വാതിൽക്കിലെത്തി. ഭദ്ര അതിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. ദത്തന്റെ കണ്ണുകൾ തിളങ്ങി. അയാൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. തന്റെ കാലിൽ പിടിച്ചു തൂങ്ങുന്ന നീലാംബരിയുടെ വയറ്റിൽ ശശിധരൻ തൊഴിച്ചു. അവൾ വേദന കൊണ്ട് പൊളഞ്ഞുപോയി. ദത്തന്റെ പ്രതീക്ഷകൾ നശിപ്പിച്ചുകൊണ്ട് ശശിധരൻ ആ മുറിയിൽ കയറി വാതിലടച്ചു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അടിയുടെ ശബ്ദം മാത്രം മുഴങ്ങി കേട്ടു. മേശയും കസേരയും നിലത്തുകൂടി നിരങ്ങുന്നതും ചുമരിൽ പോയി അടിക്കുന്നതും എന്തൊക്കെയോ നിലത്തി വീണ് പൊട്ടുന്നതും മാത്രം കേൾക്കാം. നീലാംബരി പിടഞ്ഞെഴുന്നേറ്റു. ഇരുകൈകൾ കൊണ്ടും അവൾ വാതിൽ അടിച്ചുകൊണ്ടിരുന്നു. അവൾ അലറി. ശശിധരൻ പറഞ്ഞെല്ലാം അവളുടെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ഓരോന്നായി ഓർത്തെടുത്തുകൊണ്ട് എണ്ണം പറഞ്ഞ അവൾ കരഞ്ഞു. മാമേ, ഞാൻ എങ്ങും പോവില്ല മാമേ, ഞാൻ ഇവിടുന്ന് എങ്ങും പോവില്ല. എന്റെ അമ്മയൊന്നും ചെയ്യല്ലേ മാമേ, ഞാൻ ആരെയും അന്വേഷിച്ച് നടക്കില്ല, എനിക്ക് ഒന്നും അറിയണ്ട. പഴയതൊന്നും ഞാൻ തേടി പോയില്ല മാമേ, വാതിലൊന്ന് തുറക്കാമോ? വീണ്ടും അവൾ ഓർത്തു. മാമേ മാമേ, ഞാൻ മുകുന്ദനെ കല്യാണം കഴിച്ചോളാം, ഞാൻ വീട്ടിൽ തന്നെ കഴിഞ്ഞോളാം. നിശ്ചയം ഉടനെ നടത്തു മാമേ, ഞാൻ എന്റെ അമ്മ ഇവിടെ വീട്ടിൽ ഒപ്പിട്ട് തരാം. അവൾ ഭാർഗവ നായർക്കടുത്തേക്ക് പാഞ്ഞു. മുത്തശ്ശ ഒന്ന് പറ മുത്തശ്ശ, എല്ലാം ശശിധരൻ മാമക്ക് ഉള്ളാണെന്ന് പറ മുത്തശ്ശ, ഞങ്ങൾക്ക് ഒന്നും വേണ്ടെന്ന് പറ മുത്തശ്ശ. ഭാർഗവ നായർ അപ്പോഴും ചുമരിൽ ചാരി നിലത്തായിരുന്നു ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നു. കൽപ്പനയും ലാവണ്യം എല്ലാം കണ്ടു രസിച്ചു. തുളസി തോർത്തുമുണ്ട് വായിൽ തിരികെ കരഞ്ഞു. നാലുകെട്ടിന്റെ തൂണിൽ ചാരി ചെറുചിരിയോടെ നിന്ന് ദത്തൻ. മുറിക്കുള്ളിൽ വച്ച ഒരു നിമിഷം നിശബ്ദമായി നിലവാതിൽക്കിലേക്ക് പാഞ്ഞു. ചെവി ചേർത്ത് നിന്നു. ഒന്നും കേൾക്കുന്നില്ല. രണ്ടു വട്ടം വാതിൽ തട്ടിയവൾ. പെട്ടെന്ന് വാതിൽ തുറന്നു. നില രണ്ടടി പിന്നിലേക്ക് മാറി. ശവം പോലെ എന്തോ അവളുടെ ദേഹത്തേക്ക് വന്നിടിച്ചു. ഒന്ന് വേച്ചുകൊണ്ട് നീലാംബരി നിലത്തേക്ക് വീണു. അവളുടെ മുകളിൽ ഭദ്രയും. തുളസി ഓടിച്ചെന്ന് ഭദ്രയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. ഭദ്ര ഉടുത്തിരുന്ന നേരിയതിന്റെ ഷോട്ടിൽ ചോര ഒലിച്ചിറങ്ങുന്നു. അടികൊണ്ട് വീർത്ത മുഖം. കണ്ണുകൾ പോലും തുറക്കാൻ കഴിയുന്നില്ല. നിലത്തേക്ക് എഴുന്നേറ്റിരുന്ന് ഭദ്രയുടെ മുഖം കൈക്കൊമ്പിൽ കോരിയെടുത്തു നില. തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അലറി അലറി കരഞ്ഞു അവൾ. മിണ്ടരുത്, ഒച്ച ഒച്ച പൊന്തരുത്. ചൂണ്ടുവിരൽ ചുണ്ടത്ത് വെച്ച് വിറച്ചുകൊണ്ട് ശശിധരൻ പാഞ്ഞെടുത്തു. ഒരിക്കൽ കൂടി അമ്മയെ നെഞ്ചോട് ചേർത്ത് കൈകൾ കൂപ്പിയില്ല എന്നർത്ഥത്തിൽ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവൾ വേഗത്തിൽ തലയാട്ടി സമ്മതിച്ചു. ഇല്ല മാമേ, ഇല്ല ഇല്ല ഇല്ല. ഏറെ നേരം ആ ഇരിപ്പ് തുടർന്നവൾ. എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു. ഭാർഗവ നായരെ തുളസി മെല്ലെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. കട്ടിലിൽ നിന്ന് വിറക്കുന്ന സരോജിനിയെ തുളസി ദയനീയ ഭാവത്തിൽ നോക്കി. ഒരു ചെറിയ കാറ്റ് അവിടേക്ക് വീശി. കാറ്റിൽ ഒരു തുണ്ട് പേപ്പർ പറന്ന് നിലയുടെ അടുത്തേക്ക് വന്നു. അതിനുള്ളിൽ നിന്നും അല്പം ഭസ്മം, ഒരു കട്ട ഉണങ്ങിയ ചന്ദനവും കുറച്ച് തെച്ചിപ്പൂവും നിലത്ത് അങ്ങിങ്ങായി ചിതറി. നില ആ പേപ്പറിലേക്ക് ഉറ്റുനോക്കി. നീലാംബരി, ഉത്രം നക്ഷത്രം, മൃത്യുഞ്ജയ അർച്ചന. ഏതോ ഒരു നിമിഷം ഭദ്രയുടെ കയ്യിൽ നിന്ന് വീണുപോയ അർച്ചനയുടെ രസീത്. ഭദ്രയെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ച് അവൾ നെഞ്ചു പൊട്ടി കരഞ്ഞു. കൈലാസത്തിൽ എല്ലാവരും ഓണാഘോഷിക്കുകയാണ്. 4 കൂട്ടം പായസവും കൂട്ടി ഉഗ്രനൊരു സദ്യ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് കിരണിന്റെ വക ഊഞ്ഞാലാട്ടവും ഉണ്ടായിരുന്നു. ഊഞ്ഞാലാട്ടിത്തരാമെന്നും പറഞ്ഞ് ഓരോരുത്തരായി ഇരുത്തി ആട്ടി തലകറക്കി എല്ലാവരും കട്ടിൽ പോയി പൂരം ഉറക്കവും തുടങ്ങി. അവസാനം ശ്രീപാർവതി ഊഞ്ഞാലിരുത്തി ആട്ടുകയാണ് കിരൺ. ചുമന്ന കരയുള്ള മുണ്ടും ചുമന്ന ഷർട്ടുമാണ് അവന്റെ വേഷം. മുണ്ട് മടക്കിയെടുത്ത് ഒരു മഞ്ഞമുണ്ട് തലയിൽ ചുറ്റി നിൽക്കുകയാണ് കിരൺ. ഒപ്പം കഴുതരാഗത്തിൽ പാടുന്നുണ്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. രാജാനെ ഇവിടെ ഇവിടെ എങ്ങനെയുണ്ട് എന്റെ പാട്ട്? മുകളിലെ ബാൽക്കണിയിൽ ഫോൺ കൊണ്ട് നടക്കുന്ന ജാനെ നോക്കി കിരൺ അലറി. എന്താടാ, ഇറങ്ങി വാ, ആട്ടിത്തരാം. വാട്ട്? നീ വിചാരിക്കുന്ന ആട്ടല്ല, ഊഞ്ഞാൽ ഊഞ്ഞാൽ. നെറ്റിയൊന്നൊഴിഞ്ഞുകൊണ്ട് ജാൻ ബാൽക്കണിയിൽ നിന്ന് സ്റ്റെയറിന്റെ അടുത്തേക്ക് നടന്നു. ഫോണിലേക്ക് നോക്കി നടക്കുമ്പോൾ സ്റ്റെയറിന്റെ അടുത്ത് പതുങ്ങുന്ന ആവണി അവൻ കണ്ടില്ല. ജാൻ അടുത്തേക്ക് വന്നു. ആവണി മുന്നോട്ടാഞ്ഞ് ജാനുമായി കൂട്ടിയിടിച്ചു.
ഓർക്കാപ്പുറത്ത് വന്ന് ഇടിയായതുകൊണ്ട് അവന്റെ ബാലൻസ് തെറ്റി സ്റ്റെയറിന്റെ റെയിലിംഗിൽ പോയി ഇടിച്ചു നിന്നു അവൻ. അവന്റെ മുന്നിൽ നിന്ന് ആവണിയുടെ ശരീരം അവനുമായി ചേർന്ന് റെയിലിംഗിൽ അമർന്നു. കിട്ടിയ അവസരത്തിൽ ആവണി ജാനെ ചുറ്റിപ്പിടിച്ചു. അതേസമയം കയ്യിൽ നിന്ന് ജാന്റെ ഐഫോൺ മുകളിൽ നിന്നും താഴേക്ക് വീണു. പെട്ടെന്ന് തന്നെ അവൻ അവളിൽ നിന്ന് അകന്നു മാറി. അവൻ വേഗത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി നിലത്തെടുക്കുന്ന ഫോണിന്റെ അടുത്തേക്ക് കുതിച്ചു. ആവണിയുടെ പുറകെ പോയി. എന്തൊരു കലിപ്പനായിവൻ, മൈ ആംഗ്രി ഹാൻഡ്സം മാൻ. ആവണി മനസ്സിലോർത്തി ചിരിച്ചു. ഒരു നേരിയത് സാരിയാണ് ആവണിയുടെ വേഷം. നിർമ്മല എടുത്തു കൊടുത്ത ഓണക്കോടിയാണ്. ഇന്നലെ രാത്രി തന്നെ എല്ലാവർക്കുള്ള ഓണക്കോടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും കൈമാറിയിരുന്നു. മാധവിയുടെ കയ്യിൽ നിന്നും ഒരു പഴയ ബ്ലൗസ് ആവണി തലേ ദിവസം തന്നെ തപ്പിയെടുത്തിരുന്നു. ജാൻ കാണാൻ വേണ്ടി അല്പം എക്സ്പോസ് ചെയ്ത് വയറും പൊക്കളൊക്കെ കാണിച്ചു കൊടുത്തൊരുങ്ങി രാവിലെ മുതൽ നിന്നതാണ്. പക്ഷേ രാവിലെ മുതൽ ജാന് മര്യാദക്കൊന്നും കാണാൻ കൂടി കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. സദ്യ ഉണ്ണേണ്ട സമയത്താണ് കുളിച്ച് സുന്ദരനായി വരുന്നവനെ അവൾ നേരെ ചൊവ്വേ കാണുന്നു. കരിമ്പച്ച കളർ ഷർട്ടും പച്ചക്കരയുള്ള മുണ്ടുമുടുത്ത് ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് നടന്നു വരുന്നവനെ ആവണി ഒരു നിമിഷം മതിമറന്ന് നോക്കി നിന്നുപോയി. സദ്യ വിളമ്പുമ്പോഴും സെലക്ട് ചെയ്ത് മാത്രം കറികൾ എടുക്കുന്നവന്റെ കുസൃതികൾ നോക്കി സ്ത്രീ തള്ളിപിടിക്കുന്നതും സ്വന്തം ഇലയിൽ നിന്ന് ഓരോ ഉരുള ചോറ് വീതം സ്ത്രീ ഇടവും വലവും ഇരിക്കുന്ന ജാനും കിരണിനും വായിൽ വെച്ച് കൊടുക്കുന്നതുമെല്ലാം ആവണി നോക്കിയിരുന്നു. ഒരു നിമിഷം സ്ത്രീയോട് പോലും അവൾക്ക് വെറുപ്പും ദേഷ്യവും വന്നു. എന്നാൽ മാധവി നോക്കിയത് അവരുടെ സന്തോഷവും ഒത്തൊരുമയുമാണ്. കൂടാതെ സ്ത്രീയുടെ ദേഹത്ത് കിടക്കുന്ന ആഭരണങ്ങളും. ശ്രീനിവാസിനെ കാണാൻ ഓടി വന്നുകൊണ്ടാണ് തന്റെ നല്ല വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒന്നും തന്നെ എടുക്കാൻ കഴിയാഞ്ഞത്. ആഭരണങ്ങൾ എന്ന് പറയാൻ ഇപ്പൊ അധികമൊന്നുമില്ല, എല്ലാം വിറ്റുതൊലച്ചു. ഇങ്ങനെ ഒരു ആഘോഷം താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മാധവി ഓർത്ത് നിരാശപ്പെട്ടു. അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കൂടി കരുതാമായിരുന്നു. ഇത്രയ്ക്ക് ഭംഗിയായി സാരി ഉടുത്ത് അണിഞ്ഞൊരുങ്ങി വന്നിട്ടും തന്റെ നേർക്കൊരു നോട്ടം കൊണ്ടുപോലും കനിയാത്ത ജാനെ ഏതു വിധേനയും ഒന്ന് പാട്ടിലാക്കാനും അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ആവണി തക്കം പാർത്തിരുന്നു. വൈകുന്നേരമാണ് അവൾക്ക് ആ അവസരം കിട്ടിയത്. ബാൽക്കണിയിൽ റെയിലിംഗിൽ കൈതാങ്ങി നിൽക്കുന്നവനെ പുറകിലൂടെ ചെന്നൊന്ന് ഹഗ് ചെയ്ത് തന്റെ മനസ്സിലുള്ളത് പറഞ്ഞാലോ എന്ന് അവൾ ഓർത്തു. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അവൾ. ആദ്യം തന്നെ അവൻ നേരെ ചെവ്വെന്ന് നോക്കിയാൽ മതിയെന്നായി അവൾക്ക്. അവൻ വേഗത്തിൽ നടന്നു വന്നപ്പോൾ അറിയാതെ എന്ന പോലെ ചെന്ന് ഇടിച്ചതാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ അവന്റെ ദേഹവുമായി ചേർന്ന് അമർന്നു. വല്ലാത്തൊരു മണായിരുന്നു അവന്റെ ശരീരത്തില്. തന്നെ ഒന്നേ നോക്കിയുള്ളൂ. ആ കണ്ണുകളിലൊരു തിളക്കം. തന്റെ കണ്ണുകളിലേക്കൊന്നും നോക്കിയില്ല അവൻ. അതെ, ഒരു നിമിഷം ആ കണ്ണുകൾ എന്റെ കണ്ണുകളായിട്ടൊന്ന് കോർത്തു. ഓർക്കുമ്പോൾ തന്നെ ആവണിയുടെ ശരീരത്തിലൂടെ മിന്നൽ പിണർ പാഞ്ഞു കയറി. നാശം, ആ ഫോണെല്ലാം നശിപ്പിച്ചു. താഴേക്ക് വീഴങ്ങേണ്ട സമയം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ജാൻ എന്നെ തന്നെ നോക്കി കുറച്ച് സമയം കൂടി അങ്ങനെ ചേർന്ന് നിന്നേനെ. ഫോണിനെ കയ്യിലെടുത്ത് ദേഷ്യത്തോടെ നോക്കുകയാണ് ജാൻ. ഓണാവുന്നില്ല. ഫ്രണ്ടും ബാക്കും ഒക്കെ പൊട്ടി. കയ്യിലുള്ള മറ്റു ഫോണുകളെല്ലാം മാൻഷനിലും ഫ്ലാറ്റിലുമാണ്. എന്താടാ, ഒന്നാടാൻ വിളിച്ചപ്പോ നിനക്ക് വലിയ ജാടയാണല്ലോ. ഊഞ്ഞാലാടുന്ന മോശം പരിപാടി എന്നല്ല കേട്ടോ. രാവിലെ മുതൽ എല്ലാവരെയും ആട്ടി ഞാനാ. അവസാനം എന്നെ ഒന്ന് ആട്ടിത്തറ ഈ വീട്ടിലൊരു പട്ടിക്കുട്ടി പോലും ഇല്ല. കിരൺ ജാനോടായി പരിഭവം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഒപ്പം ശ്രീയുമുണ്ട്. രണ്ടിനെ ഒന്ന് ഇരുത്തി നോക്കി ജാൻ. ആട്ടി ആട്ടി ഓരോരുത്തരെയും റൂമിലേക്ക് എടുത്തില്ലേ നീ? ആ ദേ അമ്മയും തലയിൽ പിടിച്ചിട്ടുണ്ടല്ലോ. തല ഇറങ്ങി വരുന്ന സ്ത്രീയെ നോക്കിയാണ് ജാൻ അത് പറഞ്ഞത്. മാത്രമല്ല ഊഞ്ഞാൽ ആട്ടിത്തരാമെന്നും പറഞ്ഞ് കിരൺ ഓരോരുത്തരെ ഇതുപോലെ കറക്കി കട്ടിലാക്കിയത് അവൻ കണ്ടതുമാണ്. നോക്ക്, എന്റെ ഫോൺ പൊട്ടി. നമുക്ക് ഫ്ലാറ്റ് വരെ ഒന്ന് പോകണം. എനിക്ക് വേറെ ഫോൺ എടുക്കണം. ഇനി ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. നീ വേം വാ. നോക്കട്ടെ, ഇതെങ്ങനെയാണോ പൊട്ടിയത്? കൊള്ളാനോ? നീ എടുത്ത് എറിഞ്ഞാണോടാ? ജാന്റെ ഫോൺ കയ്യിൽ വാങ്ങി കിരൺ മറിച്ചും തിരിച്ചും നോക്കി. നോ, ഇറ്റ് വെൽ ഫ്രം മൈ ഹാൻഡ്. ജാൻ പറയുമ്പോൾ കിരൺ അവനെ സൂക്ഷിച്ച് നോക്കി. നിന്റെ കൂടെ നടന്ന് ഫോൺ വരെ ജീവിതം എടുത്തു. കണ്ടില്ല ആത്മഹത്യ ചെയ്യാൻ നോക്കിയത്? താഴേക്ക് അടി പോലും. ഏയ് മതി നിന്റെ ഓഞ്ഞ കോമഡി. ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. നീ വേറെ ഡ്രസ് മാറ്റിക്കോ. എന്തിനാടാ? 2 ദിവസം കഴിഞ്ഞ് നമ്മൾ പോയില്ലേ? അത്യാവശ്യ കാര്യങ്ങളിൽ നീ എന്റെ ഫോൺ ഉപയോഗിച്ചോ. പിന്നെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം ലാപ്പിലില്ലേ? നോ, ഫോൺ എനിക്ക് വേണം. എനിക്ക് നൈറ്റ് ഇമ്പോർട്ടന്റ് കോൾ ചെയ്യാനുണ്ട്. അതല്ലേടാ പറഞ്ഞ് എന്റെ ഫോൺ ഇമ്പോർട്ടന്റ് കോള് മനസ്സിലായി. വേണമെങ്കിൽ ആ കോൾ എന്റെ ഫോണിൽ നിന്നും ചെയ്യാട്ടോ. ഒരാക്കിയ ശരിയോടെ കിരൺ പറഞ്ഞു. നീ വരുന്നുണ്ടേ വാടാ. അതും പറഞ്ഞ് ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. എന്നാലിപ്പോ അതെങ്ങനെ ഈ ഫോൺ ഇങ്ങനെ പൊട്ടിയത്? കിരൺ സ്വയം പറഞ്ഞു. അത് കേട്ട ആവണി കിരണിനോടായി പറഞ്ഞു. അത് ഞാൻ റൂമിൽ നിന്ന് താഴേക്കിറങ്ങാൻ നടന്നു വരികയായിരുന്നേ. ജാൻ വരുന്ന ഞാൻ കണ്ടില്ല. പക്ഷെ ജാനെന്നെ കണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടി. ഞാൻ വീഴാതിരിക്കാൻ ജാനെന്നെ ചുറ്റിപ്പിടിച്ചപ്പോ ഫോൺ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് പൊട്ടി. ചെറുനാണത്തോടെ ആവണി കിരണിനോട് പറഞ്ഞു. ഓ അങ്ങനെ നിങ്ങൾ തമ്മിലാണോ കൂട്ടിമുട്ടിയത്? അപ്പാ നിന്നെ കണ്ടിട്ടേ ഉണ്ടാവില്ല. കണ്ടിരുന്നെങ്കിൽ ഫോൺ പൊട്ടില്ലായിരുന്നു. ആവണിക്ക് ദേഷ്യം ഇരച്ചു കയറി. അതുകൊണ്ട് തൃപ്തി അടഞ്ഞുകൊണ്ട് കിരൺ സ്റ്റെപ്പ് ഓടിക്കയറി മുകളിലേക്ക് പോയി. ചെറു ചൂടുവെള്ളത്തിൽ ഭദ്രയുടെ ദേഹം നീലാംബരി തന്നെ തുടച്ചു കൊടുത്തു.
വസ്ത്രം മാറാൻ അവരെ സഹായിച്ചു. ശരീരത്തിൽ അങ്ങിങ്ങായി കാണുന്ന രക്തം ചത്ത പാടുകളിലേക്ക് നോക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് അവൾ നേറിപ്പുകഞ്ഞു. താൻ കാരണം എല്ലാം തൻ്റെ എടുത്തിയാട്ടം കൊണ്ടാണ്. എപ്പോഴത്തെയും പോലെ അവരുടെ കുരക്കൽ വെറുതെ കേട്ട് കളഞ്ഞാൽ മതിയായിരുന്നു. ഇതുവരെയും ഒരു വാക്കുപോലെ എതിർന്ന് സംസാരിക്കാത്ത താനിങ്ങനെയാണ് അവരെ കൈനീട്ടി അടിച്ചത്. അറിയില്ല അപ്പോൾ എവിടുന്ന് വന്ന് തനിക്ക് അത്രയും ധൈര്യമെന്ന് അറിയില്ല. എപ്പോഴും വീശിയടിക്കുന്ന കാറ്റ് പോലും അപ്പോൾ അമ്മയെ രക്ഷിക്കാൻ വന്നില്ല. തൻ്റെ അച്ഛന് തൻ്റെ പ്രവൃത്തി ഇഷ്ടമായിട്ടുണ്ടാവില്ലേ? അറിയില്ല, ഒന്നും അറിയില്ല. എന്തൊക്കെയോ ചിന്തിച്ച് കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന ഇലയുടെ മുഖത്തേക്ക് ഭദ്രയൊന്ന് നോക്കി. സങ്കടം കടിച്ചമർത്തുന്നതിന്റെ ഫലമായി വിറക്കുന്ന അവളുടെ ചുണ്ടുകളിലേക്ക് ഭദ്ര ഒരു നിമിഷം നോക്കി. ഭദ്ര അവളുടെ കയ്യിൽ പതിയെ പിടിച്ചു. ഭദ്രയുടെ മുഖത്ത് കാണുന്ന നേർത്ത പുഞ്ചിരി അതിശയത്തോടെ നീലാംബരി നോക്കി. അമ്മ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അവളുടെ വളരെ പതിഞ്ഞ ശബ്ദം. ഭദ്ര അവൾ നിർവികാരയായി നോക്കി. പറയാമ്മ, നമുക്ക് പോവാമ്മ. ഒന്നും വേണ്ട, നമുക്ക് എല്ലാം ശശിധരമാമ എടുത്തോട്ടെ. സ്വത്ത് മോഹിച്ചാൽ എന്നെ അവർ മുകുന്ദേട്ടനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നു. ആ സ്വത്തുക്കൾ നമുക്ക് അവർക്ക് തന്നെ കൊടുത്തിട്ട് രക്ഷപ്പെട്ടാലോ? കട്ടിൽ ചാരിയിരിക്കുന്ന ഭദ്രയുടെ മടിയിലേക്ക് അവൾ തലയാഴ്ച കിടന്നു. അവളുടെ തലയിലൂടെ ഭദ്രമെല്ലെ തഴുകി. മോളെ, അമ്മയൊന്ന് പറഞ്ഞോട്ടെ. ഇത്രയും കാലം അമ്മ ജീവിച്ച ഒരു പ്രതീക്ഷയില്ല, ഒരു തരം കാത്തിരിപ്പ്. അവരത് പറയുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നോട് പറഞ്ഞ ആ വാക്കുകൾ അവർക്ക് ഓർമ്മ വന്നു. നമ്മുടെ മകൾക്ക് വേണ്ടി ഒരു രാജകുമാരൻ അങ്ങ് ദൂരെ വളർന്നു വരുന്നുണ്ട്. എന്താ ഈ പെണ്ണിൽ പ്രതീക്ഷ അറ്റിരിക്കുന്നു. ഒരു ദീർഘശ്വാസം എടുത്ത് അവർ തുടർന്നു. അമ്മ ഒരു കാര്യം പറഞ്ഞ മോള് കേൾക്കുവോ? എന്താ അമ്മേ? മോള് എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഭദ്രയുടെ മിഴി നിറഞ്ഞു തുളുമ്പി. മനസ്സുണ്ടായിട്ടല്ല അമ്മ പറയുന്നു. ഇവിടുന്ന് എവിടേക്കെങ്കിലും പോയിക്കോ. അമ്മയെ നോക്കണ്ട. അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് പോകാൻ അമ്മയ്ക്കും പറ്റില്ല. അങ്ങനെ ചെയ്ത ആ പാപൻ്റെ മോളെ പിന്തുടരും. എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണമെന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ കാത്തിരിപ്പ് തന്നെ ഈ തറവാട്ടിൽ കിടന്നുള്ള എൻ്റെ മരണമാണ്. ഈ തറവാട് വിട്ട് എങ്ങും പോകാൻ എനിക്കാവില്ല കുഞ്ഞേ. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടേനെ. നീ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ച്. അല്ലെങ്കിൽ എന്നേ ഞാൻ അച്ഛൻ്റെ കൂടെ പോയേനെ. അല്ലേ അമ്മ? അറിയാം, അച്ഛനിറങ്ങുന്ന മണ്ണല്ലേ ഇത്. അല്ലേ അമ്മ? അതുകൊണ്ടല്ലേ അമ്മ ഇടവിട്ട് വരില്ലെന്ന് പറയുന്നു. ഇനിയെങ്കിലും എല്ലാം ഒന്നും പറയാൻ പാടില്ലേ അമ്മ? നിലക്കുഞ്ഞേ. തുളസിയാണ് പുറകിൽ. ചൂടുവെള്ളം നിറച്ച പാത്രം തിരിച്ചെടുക്കാൻ വന്നതാണ്. ആ വിളി നിലക്കുള്ള ഒരു താക്കീതാണ്. പഴയതൊന്നും ഒരിക്കൽ കൂടി ചോദിച്ച് ഭദ്രയുടെ സമനില തെറ്റിക്കാതിരിക്കാനുള്ള താക്കീത്. നില രണ്ടുപേരെയും മാറി മാറി നോക്കി. ഒരു കാര്യം ഞാൻ പറയാം. അമ്മ ഇന്ന് പോകാനുള്ള ക്ഷേത്രത്തിനപ്പുറം വിശാലമായൊരു ലോകമുണ്ട്. അവിടെ ഇതുപോലൊന്നും നടക്കുന്നില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ അവിടെ മനസാക്ഷിയുള്ള കുറച്ച് മനുഷ്യരുണ്ട്. പോകുന്നെങ്കിൽ നില ഒറ്റക്കാവില്ല. അമ്മ എൻ്റെ ഒപ്പം കാണും. അതും പറഞ്ഞ് നില മുറിവിട്ട് പുറത്തേക്ക് പോയി. ഭദ്രയുടെ അടുത്തേക്ക് തുളസി കട്ടിലിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ വിവാഹ നിശ്ചയ. ഭദ്രക്കുഞ്ഞ് എന്തൊക്കെയാ കുട്ടിയോട് പറഞ്ഞ്? ഇവിടുന്ന് രക്ഷപ്പെടാനോ? എന്തിന്? നിലക്കുഞ്ഞിനെ ഞാൻ കുറ്റം പറയുന്നല്ല, എങ്കിലും പറയുക. ആരെയും ശ്രദ്ധിക്കാതെ അവരവരുടെ കാര്യം നോക്കിയാൽ ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ഈ അടിയും വഴക്കൊക്കെ ആ കുട്ടി ചോദിച്ചു വാങ്ങിയതാ. അല്ലെന്ന് പറയാനൊക്കെ ഭദ്രക്കുഞ്ഞിന്? തുളസി ചോദിക്കുമ്പോൾ ഭദ്ര വെറുതെ ജനൽ വഴി പുറത്തേക്ക് നോക്കി ഒരു ദീർഘശ്വാസം എടുത്തു. അങ്ങനെയല്ല തുളസി. എല്ലാവരുടെയും കാലശേഷം എൻ്റെ മോൾ ഈ തറവാട്ടിൽ ഒറ്റപ്പെടും. മുകുന്ദനും ഉണ്ടാവില്ല. പണ്ടൊക്കെ ഞാൻ കരുതും പോലെ ആരോ തേടി വന്ന് എൻ്റെ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷ അതെനിക്കിനി ഇല്ല തുളസി. ഒരമ്മ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാം. ജോലിക്ക് വിട്ടപ്പോൾ കൂടി എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിലമോളിൽ ഇഷ്ടക്കാരനെ കണ്ടുപിടിച്ച് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന പ്രതീക്ഷ. പക്ഷേ അതിന് പോലും അവൾക്ക് കഴിഞ്ഞില്ലല്ലോ തുളസി. ഭദ്ര കരഞ്ഞുപോയി. അഭിമാനമുള്ള ഒരമ്മ ഒരിക്കലും ഇതൊക്കെ തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുമോ? അതുകൊണ്ടാ ആരെങ്കിലും കണ്ടുപിടിച്ച് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോവാൻ ഞാൻ അവളോട് പറയാത്തത്. അതല്ലാതെ അവൾ ഇവിടുന്ന് പോയാൽ എനിക്ക് എന്ത് മനസ്സമാധാന തുളസി ഉണ്ടാവുക? ഭദ്ര കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്തൊക്കെയാ കുഞ്ഞെ ഈ പറയുന്നേ? നിലക്കുഞ്ഞ് പുറത്ത് കാണും, കേൾക്കില്ലേ എല്ലാം. ഇതൊക്കെ കേട്ടാതെ എന്താ കരുതുക? ശരിയാ, മുകുന്ദൻ കുഞ്ഞ് ദേഷ്യക്കാരനാ, പ്രായത്തിൻ്റെ എടുത്തിയാട്ടമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടിടത്തോളം നിലമോൾ അവന് ഇഷ്ടമാണ്. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞാൽ എല്ലാം നേരെയാവും. പിന്നെ വിവാഹം കഴിഞ്ഞാലും ഇവിടെയല്ലേ അവൾ താമസിക്കാൻ പോകുന്നത്. കൽപ്പന എന്തായാലും പകൽ സമയങ്ങളിൽ ഇവിടെ വന്ന് 2 ചാട്ടം ചാടി പൊയ്ക്കോളും. നമ്മുടെ കുട്ടി നമ്മുടെ കൺവെട്ടത്ത് ഉണ്ടാവുമല്ലോ ഭദ്രക്കുഞ്ഞ്. ഇപ്പോൾ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട തുളസി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഏട്ടനെ അടുത്തേയും വേറെന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു ദിവസം ഞാൻ കേട്ടതാ, ലാവണിയെ മുകുന്ദനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന കാര്യം. എനിക്കെന്തോ പേടി തോന്നുന്നു തുളസി. എൻ്റെ മോൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. തുളസി ഞെട്ടിപ്പോയി. ആണോ കുഞ്ഞെ? ശരിയാ, ആ പെങ്കോച്ചിൻ്റെ മുകുന്ദൻ കുഞ്ഞിനെ കാണുമ്പോൾ ഒരു ഇളക്കം ഞാനും ശ്രദ്ധിച്ച. ഒരുമിച്ച് ഒരു വീട്ടിൽ വളർന്നതിൻ്റെ എന്നാ ഞാൻ കരുതിയത്. എന്തായാലും കൂടുതലൊന്നും ഇപ്പോൾ ഓർക്കണ്ട. വിവാഹത്തിന് ഇനിയും മാസങ്ങളുണ്ടല്ലോ. ദൈവം ഒരു വഴി കാണാതിരിക്കില്ല. കുഞ്ഞ് കിടന്ന് ഉറങ്ങാൻ നോക്ക്.
ഞാനും ഇന്നീ മുറി കിടക്കാം. നിലക്കുഞ്ഞ് ഇവിടെ കിടന്നാൽ ശരിയാവില്ല. രാത്രി ഓരോ ചോദ്യങ്ങളായിട്ട് വരും. ഉറങ്ങിക്കോ ഭദ്രക്കുഞ്ഞ്, ഞാൻ ഈ വെള്ളം കളഞ്ഞിട്ട് വരാം. നാളെ വൈദ്യൻ്റെ അടുത്ത് പോയി കഷായം വാങ്ങി വരാം. എന്നാൽ ഈ ചതവൊക്കെ വേഗം മാറുള്ളൂ. തുളസി മുറി വിട്ടിറങ്ങുമ്പോഴേക്കും നില വേഗം തന്നെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ആരെയാവും അമ്മ ഇത്രയും കാലം കാത്തിരുന്നിട്ടുണ്ടാവുക? ലാവണിക്ക് മുകുന്ദേട്ടനോടുള്ള താല്പര്യം പലതവണ അവൾ തന്നോട് പറഞ്ഞിട്ടുള്ളതാ. അതിന് മുകുന്ദനെ ആരെപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നത്? അതൊക്കെ ഓർത്ത് അവൾ ഉറക്കമില്ലാതെ കട്ടിൽ കിടന്ന് വിവാഹ നിശ്ചയം തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാതെ തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.